നമ്മളൊക്കെ പേഴ്സണൽ കെയറിൻ്റെ ഭാഗമായിട്ട് മന്ത്ലി വൺസ് ഒക്കെ ഒരു ക്ലീനപ്പ് അല്ലെങ്കിൽ ഒരു ത്രെഡിങ്, പെഡിക്യൂർ, മാനിക്യൂർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന പെറ്റുകൾക്കായിട്ട് എന്താണ് ചെയ്യുന്നത്? പെറ്റുകൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ല അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഗ്രൂമിങ്. ഈ പാലക്കാടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പെറ്റ് ലവേഴ്സിനുള്ള അടിപൊളി ഒരു ഗ്രൂമിങ് സെൻ്ററാണ് പെറ്റ് ഫോർട്ട്. ഇപ്പോൾ പെറ്റ് ഫോർട്ടിൽ ഗ്രൂമിങ് സർവീസസ് മാത്രമല്ല, ഡോക്ടറുടെ സൗകര്യങ്ങളും അതുപോലെ തന്നെ മൈനർ ആൻഡ് മേജർ സർജറികളും ഇവിടെ അവൈലബിൾ ആണ്. ഈ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുറച്ച് കുട്ടി കുട്ടി ടോയ്സ് ഒക്കെ ഇല്ലേ, അതുപോലെ ഈ പെറ്റ്സിന് അവരുടെ ടൈം എൻ്റർടൈൻ ആവാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടോയ്സുകൾ, അതേമാതിരി ബർത്ത്ഡേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് അവരെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ, അവരെ കുളിപ്പിക്കുന്നതായി ഈവൻ ഡയപ്പറും ഷൂസും വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വലിയ ഷോപ്പാണ്, അല്ല ഒരു ഗ്രൂമിങ് സെൻ്ററാണ് പെറ്റ് ഫോർട്ട്. ഇവിടെ ഗ്രൂം ചെയ്യാൻ ആരൊക്കെയാണ് വന്നിട്ടുള്ളത്, അവരെ ഗ്രൂമിംഗ് ഒക്കെ ചെയ്ത് വന്നിട്ട് എങ്ങനെയാണ് അവരെ കാണാനൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് കണ്ടിട്ട് വരാം. ഇപ്പോൾ മനുഷ്യരെ ഗ്രൂം ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ പെറ്റ്സിനെ ഗ്രൂമിങ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പെറ്റ്സിനെ ഗ്രൂം ചെയ്യുമ്പോൾ ടെക്നിക്കലി ശ്രദ്ധിക്കാറുള്ളത്? അത് ഗ്രൂം ചെയ്യുമ്പോൾ മെയിനായിട്ട് അവർ ഈ അഗ്രസീവ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. കാരണം ഒരുപാട് ടെൻഷൻ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഗ്രൂമിങ് ഫുൾ നെഗറ്റീവ് ആയിരിക്കും പിന്നീട് വരുമ്പോഴും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് വേറൊരു സ്പ്രെഡ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വേറെ പെറ്റിന് സ്പ്രെഡ് ആവാതിരിക്കാൻ നോക്കേണ്ടി വരും. പിന്നെ മെയിനായിട്ട് ഇവരെ കംഫർട്ട് തന്നെയാണ് വരുന്നത് ഗ്രൂമിങ്ങിൽ ഫുള്ളായിട്ട് വരുന്നത്. നമുക്ക് പേഴ്സണൽ കെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഹെയർ ഇത്ര ടൈം കൂടുമ്പോൾ കട്ട് ചെയ്യണം, അങ്ങനെ ഓരോ. അതേമാതിരി പെറ്റ്സിന് ഈ ഗ്രൂമിങ് സെഷൻ ഓരോരോ ടൈം ഡ്യൂറേഷനും ഉണ്ടോ? അതെ, മന്ത്ലി വൺസ് ചെയ്താൽ നല്ലതാണ്. കുറച്ച് ഹെൽത്തി ആയിട്ട് അവർക്ക് നടക്കാൻ പറ്റും. ഇപ്പോൾ വീട്ടിലവർ വീക്ക്ലി വൺസ് ഒക്കെ വാഷ് ചെയ്യാറുണ്ട്. എന്നാലും ഇവിടെ കൊണ്ടുവന്നിട്ട് മന്ത്ലി ചെയ്യുന്ന കസ്റ്റമേഴ്സും. ഫറുള്ള ഡോഗ്സൊക്കെ ആകുമ്പോൾ ഡെയിലി ഒരു 2 times കോംബ് ചെയ്തിട്ട് വെക്കണത് നല്ലതാണ്. അതേപോലെ തന്നെ ഫറുള്ള ഡോഗ്സിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫുഡ് കൊടുത്ത പാർട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാങ്കിൾസ് വരാണ്ട് നോക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കുഞ്ഞു മക്കൾക്കുള്ളതിനേക്കാളധികം ടോയ്സൊക്കെ ഇവിടെ ഉണ്ട്. ചെറിയ ചെറിയ കിളിങ്ങണ സാധനങ്ങൾ, കുഞ്ഞു കുഞ്ഞു ഷൂകൾ, സോക്സ്. ഇത് കണ്ടിട്ട് എന്താ ഓർമ്മ വരുന്നുണ്ടോ? നമ്മൾ ഈ ടോം ആൻഡ് ജെറിയിലെ പണ്ട് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഡോഗിനുണ്ടായിരുന്നേ, അത് ഇതിന് വേണ്ടിയിട്ടല്ലേ തല്ലൂടാറ് ആ സാധനം. അതിനെ പല പല വലുപ്പത്തിലുള്ളത് കേട്ടോ. ഇത് ഏറ്റവും വലുത് ഇതാ, ചെറുത്, ഇതിലും ചെറുതുണ്ട്. ഇതാ കുഞ്ഞി പപ്പീസിനൊക്കെ ഇങ്ങനെ പല്ലിരിക്കുമ്പോൾ, നമ്മൾ ഈ ചെറിയ മക്കൾക്ക് പല്ല് വരുമ്പോൾ പല്ലിങ്ങനെ അരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കില്ല, അതേപോലെ പപ്പീസിനൊക്കെ ഇങ്ങനെ പല്ലിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണെന്നാണ് പറയുന്നത്. ഇത് ന്യൂട്രീഷ്യസ് ആണ്. ഇതിങ്ങനെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ആ ഒരു ഷേപ്പിലോട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഒറിജിനൽ ബോണാട്ടോ അത്. ഇത് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള ട്രീറ്റ്സാണ്. എപ്പോഴും അവർക്ക് ഫുഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു മടുപ്പുണ്ടാവില്ല. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇതൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റിയുമാണ്, അവർക്ക് ഇഷ്ടപ്പെടും. കൊടുക്കുമ്പോൾ തന്നെ കഴിക്കാനും ഇഷ്ടപ്പെടും. പിന്നെ സിപ്പപ്പ് ഉണ്ട്, അതാവുമ്പോൾ ലിക്വിഡ് ഫോമിലുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അവരുടെ വായിലിങ്ങനെ വെച്ച് കൊടുത്താൽ ഒരു ഗ്രേവി, ഒരു ക്രീമി ടൈപ്പിലുള്ള ഫുഡ്. നമ്മൾ മനുഷ്യന്മാർ മാത്രമല്ല, ഷാമ്പും കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്തിട്ട് പപ്പികളെയൊക്കെ കുളിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ അങ്ങനെ കെയർ ചെയ്യുന്ന, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യം. ഇപ്പം കുളിച്ചിട്ടില്ലെങ്കിലും പോലും ആ സ്മെല്ലൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള സ്പ്രേ വരെ ഇപ്പം പെറ്റുകൾക്ക് അവൈലബിൾ ആണ്. പല പല ബ്രാൻഡുകളിലുള്ള പെറ്റ് ഫുഡുകളുണ്ട്. പ്രീമിയം ക്വാളിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഒരു നോർമൽ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള, അങ്ങനെ.
പല ബ്രീഡിലുള്ള പല സ്വഭാവത്തിലുള്ള പെറ്റ്സിനെയൊക്കെ മാനേജ് ചെയ്യുന്നത്? കൂടുതൽ പേരും ഫ്രണ്ട്ലി ആവാറുണ്ട്. പിന്നെ ഒരുപാട് അഗ്രസീവ് ആവുന്ന സമയത്ത് ചിലവർ ആദ്യം ഒട്ടും കോപ്പറേറ്റ് ചെയ്തവർ ഫുള്ളി നിൽക്കത്തില്ല. പക്ഷേ അല്ലാത്തവർ മേബി ആദ്യമേ നിന്ന് ചെയ്ത് തുടങ്ങി വെച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും. ഈ വാഷിംഗ് എല്ലാം ടൈം കഴിയുമ്പോൾ തന്നെ ആൾ നോക്കിയാവും. നമ്മൾ ചിലപ്പോൾ കമ്പനിയാവും. ലാസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും. അങ്ങനെ അതാണ് ഓരോ ഡിഫറെൻറ്റ് സ്വഭാവമുണ്ട്. അതിനനുസരിച്ച് അത്യാവശ്യം നിൽക്കുന്നവരും ഉണ്ട്. അതാണ്. ഇപ്പോൾ കൂടുതലായിട്ടും ഏത് ബ്രീഡിനെ ഇപ്പം ഗ്രൂമിങ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്, അല്ലെങ്കിൽ കെയർ കൊടുക്കുന്നത്? ഷിറ്റ്സു ബ്രീഡ്സാണ്. കാരണം അവർക്ക് ഈ കണ്ണിൻ്റെ അവിടെയൊക്കെ കട്ട് ചെയ്യുന്ന അവിടെ ഹെയർ ഗ്രോത്ത് കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ മെയിനായി ശ്രദ്ധിക്കേണ്ടത് മീൻസ് അവരെ സമ്മതിക്കാതിരിക്കുമ്പോൾ സിസേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തും ട്രിമ്മർ യൂസ് ചെയ്യുമ്പോഴും കണ്ണിലും തട്ടാതെ ശ്രദ്ധിക്കണം. മെയിനായിട്ട് അവർക്ക് വരുന്നത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വരുന്നത് ക്യാറ്റ്സിനൊക്കെയാണ്. അവർക്കാണ് പിന്നെ കുറച്ച് അഗ്രഷൻ കൂടുതൽ അവരാണ് വരുന്നത്. അപ്പോൾ അവരും മേ ബി നമ്മൾ അടിക്കുന്നതും ബൈറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ അവരാ വരുന്നത് കൂടുതലായിട്ട് പ്രശ്നം. നമ്മളിപ്പോൾ ഒരു പാർലറിൽ ചെല്ലുകയാണെങ്കിൽ ഇന്ന തരത്തിലുള്ള ഹെയർ കട്ട് അങ്ങനെ നമുക്ക് കുറേ റിക്വയർമെന്റ് ഉണ്ടാവില്ല. അപ്പോൾ പെറ്റ്സുമായിട്ട് വരുന്ന ഓണേഴ്സിന് അങ്ങനെ റിക്വയർമെന്റ് സ്പെഷ്യലായിട്ട് പറയാറുണ്ട്. കൂടുതലും ഈ ഷിറ്റ്സു ബ്രീഡ്സിനാണ് മെയിനായിട്ട് ഇവർക്ക് സ്റ്റൈൽ ചോദിക്കുന്നത്. അവർക്ക് ഈ ടെഡി ബെയർ കട്ടും അതുപോലെ തന്നെ ഈ റൗണ്ട് ഫേസ് കട്ട് അങ്ങനെയൊക്കെ ചോദിക്കും. ചിലവർ മേ ബി ഫോട്ടോസൊക്കെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് അതുപോലെ കാണിക്കാനൊക്കെ പറയും. പെറ്റ് ഫോർട്ടിൽ എന്തൊക്കെ സർവീസസ് അവൈലബിൾ ആയിരിക്കുന്നത് പെറ്റ്സിന്? നമ്മുടെ പെറ്റ് ഷോപ്പുണ്ട്. ഷോപ്പിൽ ഇപ്പോൾ ആക്സസറീസ്, ഫുഡ്, പിന്നെ മെഡിസിൻ ഉണ്ട്, ഡോക്ടറിൻ്റെ വെറ്റിൻ്റെ സർവീസ് ഉണ്ട്. അതേപോലെ തന്നെ ഗ്രൂമിങ്, ഇവരുടെ ഹെയർ കട്ട്, നെയിൽ കട്ട് അതേപോലത്തെ ഗ്രൂമിങ് സർവീസ് അവൈലബിൾ ആണ്. ഇന്നിപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പെറ്റ് ബോർഡിങ്ങും കൂടെ ഈ അടുത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഹലോ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലത്താണ്. പെറ്റ് ഫോർട്ടിന് തന്നെ ബോർഡിംഗ് സെൻറ്ററിലാണ് ഞാനുള്ളത്. അതായത് നമ്മൾ ഡേ കെയറിലൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് പരിപാലിക്കാൻ വേണ്ടി ആക്കില്ല. അതേപോലെ ഇപ്പം വിദേശത്തേക്കൊക്കെ യാത്ര പോകേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ചെറിയ ട്രിപ്പൊക്കെ പോകേണ്ട പെറ്റ് ഓണേഴ്സ് ഉണ്ടാവില്ലേ, അവർക്കൊക്കെ സുരക്ഷിതമായിട്ട് അവരുടെ പെറ്റിനെ അവർ നോക്കുന്നത് പോലെ തന്നെ, അവർ കെയർ ചെയ്യുന്നത് പോലെ തന്നെ നോക്കി കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളിലേക്ക് അല്ലെങ്കിൽ മാസങ്ങളിലേക്കൊക്കെ പെറ്റിനെ പരിപാലിക്കാൻ ഇവിടെ കൊണ്ട് ചെന്നാക്കാം. അവർ നമ്മളൊക്കെ നോക്കുന്നത് പോലെ അവർക്കുള്ള ഡയറ്റ് ഫുഡ് ആണെങ്കിലും അവർക്കുള്ള എക്സസൈസ് ആണെങ്കിലും ഒക്കെ ചെയ്ത് നടത്തും. അങ്ങനെയൊക്കെയുള്ള ഇതിപ്പോൾ നമ്മുടെ അതിഭയങ്കരനായിട്ടുള്ള അറിയാലോ ആളെ. പെറ്റ് ഫോർട്ടിൻ്റെ ബോർഡിംഗ് സെൻറ്റർ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് AC അല്ലെങ്കിൽ നോൺ AC ഉള്ള. AC ആകുമ്പോൾ നമ്മളെന്താ സാധാരണ ഇപ്പം തീരെ ചൂടൊന്നും പറ്റാത്ത, അല്ലെങ്കിൽ എൻ്റെ പെറ്റ് നല്ല AC നല്ല കെയറിൽ നിൽക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇത് AC ഒരു AC ഇത്രയും ചെറിയൊരു കേജിനുള്ളിൽ ഫുൾ CCTV ക്യാമറയൊക്കെ ആയിട്ട് പെറ്റ്സിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ അവർക്ക് ഈ സിറ്റിയിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഒഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് പെറ്റ്സിന് കളിക്കാനുള്ള ഏരിയയൊക്കെ ഉണ്ട്.